ഹലോ ഫ്രണ്ട്സ്. ഞാൻ വരയ്ക്കാൻ വന്നത് എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു വില്ലനെയാണ്. പുള്ളി പേര് രഘുവരൻ എന്നാണ്. പുള്ളി മലയാളത്തിൽ ആദ്യത്തെ സിനിമ കക്കരവി എന്ന് പറഞ്ഞ സിനിമയാണ്. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി എനിക്കിഷ്ടപ്പെട്ട 3-4 സിനിമ പുള്ളിയുടെ ഉള്ളത്. ഒന്ന് ദൈവത്തിൻ്റെ വികൃതികൾ, പിന്നെ സൂര്യമാനസം, പിന്നെ സൂര്യമാനസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പുള്ളിയുടെ ആ ഒരു പുള്ളിയുടെ ചിരിയാണ് കൂടുതൽ അട്രാക്റ്റാണ്. പിന്നെ ഭാഷയിൽ നല്ല അടിപൊളി ഒരു ഇതാണ് കേട്ടോ, വില്ലനാണ്. പിന്നെ പുള്ളിനെ കുറിച്ച് തമിഴിൽ കുറേ സിനിമകൾ അഭിനയിച്ചിരുന്നു എനിക്ക്. പിന്നെ ഞാൻ കണ്ടത് കിഴക്കൻ പത്രോസ്. ആ സിനിമയിൽ മമ്മൂട്ടിയുടെ വില്ലനായിട്ട് അതിന് നല്ലൊരു പാട്ടുണ്ട് തുടങ്ങുമ്പോൾ തന്നെ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടോ. പിന്നെ പാതിരാക്കിളി എന്നൊക്കെ പറഞ്ഞ് ഓണമായിടം എന്നൊക്കെ പറഞ്ഞൊരു പാട്ട്, നല്ല രസമുള്ള പാട്ടാണ്ടത്. പിന്നെ തമിഴ് സിനിമയിൽ ഞാനൊരു ഇത് കണ്ടിട്ടുണ്ട്, അഞ്ജലി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അത് കുട്ടികളുടെ സിനിമ. ബേബി അഞ്ജലി അങ്ങനെ അഭിനയിച്ചത് എനിക്ക് കാണുന്ന ആ സമയത്ത്. അതിൽ ആ കുട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചത്. നല്ലൊരു പേഷ്യൻ്റായിട്ടുള്ള ഒരു അച്ഛനെ, അങ്ങനെ നല്ല ക്ഷമയോടുള്ള ഒരു അച്ഛൻ്റെ അടിപൊളി റോളാണ് പുള്ളി ചെയ്തത് കേട്ടോ. പിന്നെ നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അന്നത്തെ പോലെ തന്നെ ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ്. പിന്നെ എനിക്ക് ഈ ലാൻഡ്സ്കേപ്പൊക്കെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കളറിങ്, ഞാനിങ്ങനെ ഒരു മരം വരയ്ക്കണ, ഒരു കളർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. ഒരു മരം മാത്രം ജസ്റ്റ് വരച്ചേക്കണം. ശരിക്കും ഒറിജിനൽ പോലെ തോന്നി. അത് എടുത്ത് ഒട്ടിച്ച് വെച്ചേക്കണ പോലെ തോന്നി. അത് ഭയങ്കര ഒരു കഴിവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഒരു ഇതാണ്. ഞാൻ കളർ അതങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതങ്ങനെ ചെയ്ത് കാണാൻ. ഞാൻ പതുക്കെ അതിങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച് വെച്ച് ഒരു വാട്ടർ കളർ മേടിച്ച്, എന്നിട്ടത് പതുക്കെ തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ തുടങ്ങാം. പിന്നെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് വാങ്ങണമെന്നുണ്ടായിരുന്നു. പതുക്കെ സെറ്റാക്കാൻ നിന്ന് ചെയ്യാൻ വേണ്ടി, നിന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബാലൻസായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് നോക്കി ഓരോ ആംഗിളും തിരിഞ്ഞും സൈഡ് വൈസൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റേത് ഒരു ഐഡിയ ആണ് കേട്ടോ ഈ പറയണത്. ഓക്കെ, പുള്ളി ആയി വരുന്നുണ്ടോ? എനിക്ക് പതുക്കെ ചിരി എനിക്ക് നല്ല എല്ലായിടത്തും ലുക്ക് കാണുന്ന പുള്ളിയുടെ ചിരിയാണ് കേട്ടോ. പുള്ളി ഭയങ്കര ഹൈറ്റ് ഉണ്ട്, ഈ നമ്മുടെ രഘുവരനല്ലേ. അതുകൊണ്ട് പിന്നെ ഭയങ്കര സ്ലിമ്മാണ്, ഭയങ്കര സ്ലിമ്മായതുകൊണ്ടായിരിക്കാം വേറൊരു ലുക്ക്. കോട്ടൊക്കെ ഇട്ട് വരുമ്പോൾ വേറൊരു ലുക്ക്. എൻ്റെ ഒരു ഇത് പറഞ്ഞല്ലോ കേട്ടോ. പിന്നെ എനിക്ക് വല്ല മൂഡ് ഭയങ്കര ഓഫാണോ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടെൻഷൻ പോലെയൊക്കെ വരികയാണെങ്കിൽ കുറച്ച് പാട്ട്, നല്ല പഴയ പാട്ടുകൾ കേൾക്കും. അല്ലെങ്കിൽ പിന്നെ പഴയ സിനിമകൾ അല്ലെങ്കിൽ കാണും, വരയ്ക്കും. ഈ 3 കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. നമ്മളെന്തെങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് പെട്ടെന്ന് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. ചിലർക്ക് മോട്ടിവേഷൻ കേട്ട് കഴിയുമ്പോൾ മാറുന്നതാണ്. മോട്ടിവേഷൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് തന്നെയാണ് കേട്ടോ. എല്ലാവരും മൈൻഡ് സെറ്റ് ഒരേപോലെ ആയിരിക്കില്ല എനിക്ക് തോന്നുന്നു. ചിലർക്ക് ആരെങ്കിലുമൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്താലായിരിക്കും ഈ സ്റ്റാർട്ടാവണമെന്ന് പറഞ്ഞ പോലെ.
പുള്ളി ആയി വരുന്നുണ്ടോ? പിന്നെ വേറൊരു സിനിമയുണ്ട്, അദ്ദേഹമാണ് ഇദ്ദേഹം എന്ന അങ്ങനെയുള്ള സിനിമയുടെ പേര്. അതിൽ രഘുവരൻ്റെ ഒരു വില്ലനായിട്ടാണ്, ഒരു പെരേര എന്ന് പറഞ്ഞ ഒരു അണ്ടർവേൾഡ് ഡോണായിട്ട്. അത് ഭയങ്കര ഒരു ഹിറ്റാണ് കേട്ടോ. നല്ലൊരു പാട്ടുണ്ട് അതിൽ, ഞാൻ കണ്ടതാണ്, കുറേ നാൾ മുമ്പ് കണ്ടതാണ്. അതിൽ പിന്നെ പുള്ളി പുള്ളി വേറെ ലെവലാണ്. അത് ഭയങ്കര കോമഡിയായിട്ടുള്ളൊരു വില്ലൻ എനിക്ക് തോന്നി. സീരിയസ് ആണ്, ഭയങ്കര പക്ക സീരിയസ് ആണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ആ സിനിമ ആരും കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ നല്ലതാണ് കേട്ടോ, ഒരു ടൈം പാസ് പോലെ. അന്നത്തെ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പറയണത്. അന്ന് പഴയ ആ ഒരു സിനിമ കാണുന്ന മൈൻഡ് സെറ്റിൽ തന്നെ കാണണം. ഇപ്പോഴത്തെ റാപ്പ് പോലത്തെ സിനിമ കണ്ടിട്ട് ആ ഒരു കിക്കിലിരിക്കുമ്പോൾ പോയി കാണുമ്പോൾ നമുക്കത്ര ഫീൽ തോന്നില്ല, എന്താണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഫ്രീ മൈൻഡായിട്ട് പോയി കാണുകയാണെങ്കിൽ നല്ല രസമുള്ളൊരു മൂവിയാണ് അത്, കുഴപ്പമില്ലാത്ത. പുള്ളി ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഏകദേശം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കളയുക കേട്ടോ. പിന്നെ എന്നത്തെ പോലെ ഞാൻ പറയണം, ആരെങ്കിലുമൊക്കെ പുതിയ ആൾക്കാർ കാണുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ എനിക്ക് കാർട്ടൂണൊക്കെ വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മിക്കി മൗസ് കാര്യങ്ങളൊക്കെ കുറച്ച് വരയ്ക്കാറുണ്ട്. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ബ്ലെൻഡർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതൊന്ന് പഠിച്ചിരുന്നെങ്കിൽ ചെറുതായിട്ട് കാർട്ടൂണൊക്കെ വരയ്ക്കാം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. ഒരു മൂവിങ് ആർട്ട് എപ്പോഴും എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ കാർട്ടൂൺ സിനിമകൾ അതൊക്കെ ഇടയ്ക്ക് ഞാൻ വാച്ച് ചെയ്യാറുണ്ട്, നല്ല ഇത് വാച്ച് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ആയി എന്ന് തോന്നുന്നു. ഇനി കൂടുതൽ പണിയാണ് ഇതിൻ്റെ ഇട്ട് ഞാൻ ആലോചിക്കണം. ഓക്കെ, ശരി, താങ്ക് യു.